Welcome to Commerce World. Calicut University first semester Mcom സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്, അതായത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഇതിൽ വന്നിട്ട് നമുക്ക് മേജറായിട്ട് 5 ടെസ്റ്റിംഗ് ആണ് വരുന്നത് ഹൈപ്പോത്തിസിസിൽ വന്നിട്ട്. സോ ആദ്യം നമുക്ക് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ്. സോ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓർ പ്രൊസീജിയർ under which the statistical hypothesis laid down and it is accepted rejected on the basis of random sample drawn from the population. അതായത് വന്നിട്ട് സോ ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സാമ്പിളിൽ നിന്ന് വന്നിട്ട് നമ്മൾ റാൻഡം ആയിട്ടുള്ള സാമ്പിൾ വന്നിട്ട് ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ചൂസ് ചെയ്യുന്നതാണ് നമ്മൾ സിമ്പിളി വന്നിട്ട് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. സോ ഹൈപ്പോത്തിസിസിൽ നമുക്ക് മേജറായിട്ട് വന്നിട്ട് സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും ആണ് നമുക്ക് വരുന്നത്. സോ നമ്മുടെ സെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ലാർജ് പോപ്പുലേഷനും ടി ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ 100ന്റെ കുറവായിട്ടുള്ള പോപ്പുലേഷൻസിനാണ് നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് മേ therefore be defined as the tentative conclusion logically drawn concerning the parameter or the form of the distribution of the population. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സ് പോലെയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് പറയുന്നത്. ദെൻ സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസ് ആണ്. സോ സിമ്പിൾ ഓർ കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇഫ് എ ഹൈപ്പോത്തിസിസ് ഇസ് concerning the population completely such as functional form and the പാരാമീറ്റർ ഇസ് കോൾഡ് സിമ്പിൾ ഹൈപ്പോത്തിസിസ്. അതായത് പോപ്പുലേഷൻ വന്നിട്ട് കംപ്ലീറ്റ് ഒരു ഫങ്ഷണൽ ഫോമിനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നാണെങ്കിൽ സിമ്പിളും, ഓറൽസ് അത് വന്നിട്ട് നമ്മുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മുടെ മൾട്ടിപ്പിൾ ഹൈപ്പോത്തിസിസ് ആണ് പറയുന്നത്. ദെൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ഹൈപ്പോത്തിസിസ് ആണ്. പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇഫ് എ ഹൈപ്പോത്തിസിസ് സ്പെസിഫൈസ് ഓൺലി ദ ഫോം ഓഫ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇൻ ദ പോപ്പുലേഷൻ. ഡെൻസിറ്റി ഫംഗ്ഷൻ മാത്രമാണെങ്കിൽ അത് നമ്മുടെ നോൺ പാരാമെട്രിക് ആണ്. ഡെൻസിറ്റി അല്ലാതെ നമുക്ക് വരുന്നത് വന്നിട്ട് പാരാമെട്രിക് ആണ്. ദെൻ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ആണ് വിച്ച് സ്റ്റേറ്റഡ് ഫോർ ദ പേർപ്പസ് ഓഫ് പോസിബിൾ അക്സെപ്റ്റൻസിന് വേണ്ടിയാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്യുന്നത്. ദെൻ നൾ ഹൈപ്പോത്തിസിസ് വന്നിട്ട് ഒറിജിനൽ ഹൈപ്പോത്തിസിസും കൂടിയാണ്. ദെൻ സോ ഇതല്ലാതെ വരുന്നത് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസിൽ പറഞ്ഞ ഓരോ റീസൺസ് ഇല്ലേ, ആ റീസൺസ് അല്ലാതെ വരുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ്ഡ് ഫ്രം ദ സാമ്പിൾ എന്നുള്ളതാണ്. നമ്മുടെ സാമ്പിളിംഗ് എററിൽ നിന്ന് എടുക്കുന്നതാണ് നമ്മുടെ ജസ്റ്റ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് വിത്ത് വിച്ച് എ നൾ ഹൈപ്പോത്തിസിസ് ഇസ് അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ഡിപ്പെൻഡ് ഓൺ വാട്ട് ഇസ് കോൾഡ് സിഗ്നിഫിക്കന്റ് ലെവൽ. അതായത് വന്നിട്ട് ഒരു സിഗ്നിഫിക്കന്റ് ലെവലിൽ വന്നിട്ട് ഒരു ഹൈപ്പോത്തിസിസ് വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ എന്നുള്ളതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരുന്നത്. ഇപ്പൊ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരുന്നത് നമുക്ക് തന്നിട്ടുണ്ടാകും. അതായത് 0.5% അല്ലെങ്കിൽ 1% എന്നുള്ളതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാകും അല്ല, ആ പെർസെന്റേജ് തന്നിട്ടുണ്ടാകും. അതിനെയാണ് നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററാണ് വരുന്നത്. ഇതിൽ ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് റിജക്ടിങ് H0 വെൻ H0 ഇസ് ട്രൂ എന്നുള്ളതാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്താന്നുള്ളത് പറയാം. ഓക്കെ, ദെൻ ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് H0 വെൻ H0 ഇസ് ഫോൾസ് എന്നുള്ളതാണ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇതിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻ വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ സബ്സ്ട്രാക്ടിംഗ് ദ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഫ്രം ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദെൻ ക്രിട്ടിക്കൽ റീജിയൻ ആണ്. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ദ റേഞ്ച് ഓഫ് വേരിയേഷൻ ഓഫ് ദിസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഡിവൈഡഡ് ഇൻ ടു റീജിയൻ. അക്സെപ്റ്റഡ് റീജിയൻ എന്ന് പറയും, റിജക്റ്റഡ് റീജിയൻ എന്ന് പറയും. ഓക്കെ, 2 റീജിയൻ ആണ് നമ്മൾക്ക് വരുന്നത്. ദെൻ നമ്മൾക്ക് 2 tailed ആൻഡ് 1 tailed ടെസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. സോ ഇതിലാണ് നമ്മുടെ അക്സെപ്റ്റഡ് റീജിയനും റിജക്റ്റഡ് റീജിയനും നമുക്ക് വരുന്നത്. എ 2 tailed ടെസ്റ്റ് ഇസ് വൺ വിച്ച് വി റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ് ഇഫ് ദ കമ്പ്യൂട്ടഡ് വാല്യൂസ് statistics is significantly greater than or lower than the critical value of the test statistics എന്നുള്ളതാണ് 2 tailed എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 1 tailed ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്തതിന് പകരം അക്സെപ്റ്റ് ചെയ്തതാണ് നമ്മുടെ 1 tailed ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് അക്സെപ്റ്റഡ് റീജിയനും റിജക്റ്റഡ് റീജിയനും ഇതിൽ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് 5 എണ്ണമാണ് മേജർലി 5 കേസസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദ ഗിവൻ പോപ്പുലേഷൻ മീൻ എന്നുള്ളതാണ്. ഓക്കെ, ടെസ്റ്റിംഗ് ദ ഗിവൻ പോപ്പുലേഷൻ മീൻ എന്നുള്ളതാണ്. സോ ഇതിൽ നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും വന്നിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യും. എന്തിന്റെ ബേസിസിൽ വന്നാൽ നമ്മുടെ പോപ്പുലേഷന്റെ ബേസിസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ. അതാണ് നമ്മുടെ H0 ആയിട്ടും H1 ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അതായത് ഫോർമുല വന്നിട്ട്
എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ക്ലൈംഡ് ദാറ്റ് എ റാൻഡം സാമ്പിൾ ഓഫ് 100 ടയർ വിത്ത് മീൻ ലൈഫ് ഓഫ് 15,269 kilometer is drawn from a population of tires which has a mean life of 15,200 kilometer and standard deviation of 1,248 kilometer. Test the validity of the claim എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ H0 സെറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂ ഈക്വൽ ടു 15,200 എന്നുള്ളതാണ് നമ്മുടെ മ്യൂ. അതായത് ഇതുകൊണ്ട് നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ടയേഴ്സ് വിച്ച് എ മീൻ ഹാസ് മീൻ എന്ന് പറയുന്നത് മീൻ ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ് 15,200 ആണ്. അതാണ് നമ്മുടെ മ്യൂ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് സെറ്റ് ടെസ്റ്റ് ആണ്. ബിക്കോസ് ഇവിടെ എത്രയുള്ളത് ടയേഴ്സ് സാമ്പിൾ എത്രയാണ് 100 ആണ് നമുക്ക് വരുന്നത്. 100ന്റെ താഴെയാണെങ്കിൽ നമ്മുടെ ടി ടെസ്റ്റ് ആണ്. 100ന്റെ മുകളിലാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുക സെറ്റ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ സെറ്റ് ടെസ്റ്റിന്റെ ഫോർമുല ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ എന്നുള്ളതാണ് നമുക്കിതിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ 15,269 എന്നുള്ളതാണ് നമ്മുടെ മീൻ വരുന്നത്. ദെൻ നമ്മുടെ മ്യൂ നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ പറഞ്ഞിട്ടുള്ളത്? 1,248 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 100 ആണ്. അപ്പോൾ നമുക്കിത് ഡിവൈഡഡ് ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 124.8 എന്നുള്ളതാണ് നമുക്കിതിൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ദെൻ നമ്മുടെ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 15,269 മൈനസ് 15,200 ഡിവൈഡഡ് ബൈ 124.8 ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് 69 ഡിവൈഡഡ് ബൈ 124.8 ഈക്വൽ ടു 0.55 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ സെറ്റ് ടെസ്റ്റ് വന്നിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ ഇൻഫിനിറ്റി ആണ്. നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 5% എടുക്കും. സോ 5% എടുക്കുമ്പോൾ നമ്മുടെ സെറ്റ് ടെസ്റ്റ് ലാസ്റ്റ് ടെയിലിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ടേബിൾ വാല്യൂ പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ ദെൻ ടി ടെസ്റ്റ് വെച്ചിട്ട് ഒരു പ്രോബ്ലം നോക്കാം. സോ ദ ആവറേജ് ലൈഫ് ഓഫ് 26 ഇലക്ട്രിക് ബൾബ് വെർ ഫൗണ്ട് ടു ബി 1,200 hours with a standard deviation of 150 hours. Test whether these bulbs could be considered as the random sample from a normal population with mean 1,300 hours എന്നുള്ളതാണ്. സോ നമ്മുടെ മ്യൂ എന്ന് പറയുന്നത് എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത്? 1,300 ആണ്. ദെൻ നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റ് എന്നത് നമുക്ക് ഫോർമുല സെയിം ആണ്, പക്ഷെ സ്റ്റാൻഡേർഡ് എററിലാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n-1 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എക്സ് ബാർ എന്ന് പറയുന്നത് 1,200 ആണ്. ദെൻ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുക. എസ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n-1. എസ് എന്ന് പറയുന്നത് 150 അവർ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 26-1 റൂട്ടിലെടുക്കുക. ദെൻ 150 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 25 നമുക്ക് 30 ആണ് ആൻസർ കിട്ടിയത്. ദെൻ നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. 1,200 മൈനസ് 1,300 ഡിവൈഡഡ് ബൈ 30 ഈക്വൽ ടു -3.3 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണ് നമുക്ക് ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ 26-1 ആണ്. ഓക്കെ, 26-1 എന്ന് പറയുന്നത് നമുക്ക് 25 ആണ് വരുന്നത്. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വന്നിട്ട് ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ 5% തന്നെ എടുത്ത് നോക്കി. സോ നമ്മുടെ ടേബിൾ വാല്യൂ നോക്കുന്ന സമയത്ത് 2.06 എന്നുള്ളതാണ് നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ടേബിൾ വാല്യൂവിൽ വരുന്നത്. സോ നമ്മളിത് എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് രണ്ടാമത്തത് വരുന്നതാണ് ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ മീൻ. രണ്ട് പോപ്പുലേഷൻ മീൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ x1 ബാറും x2 ബാർ എന്നുള്ള രണ്ടെണ്ണമാണ് വരുന്നത്. ദെൻ നമ്മുടെ സ്റ്റാൻഡേർഡ് എററിൽ വന്നിട്ട് 2n വരും, 2x ബാർ വരും. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് എററിൽ വന്നിട്ട് ടി ടെസ്റ്റിലും സെറ്റ് ടെസ്റ്റിലും വന്നിട്ട് ഡിഫറൻസ് ഉണ്ടാകും എന്നാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലൂടെ നോക്കാം. ഓക്കെ, പ്രോബ്ലത്തിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് പ്രോബ്ലം പറയുന്നുണ്ട്. ദ മീൻ ഈൽഡ് ഓഫ് വീറ്റ് ഫ്രം എ ഡിസ്ട്രിക്ട് എ വാസ് 210 PS, then with standard deviation of 10 then per acre from a sample of 100 plots. In another district B, the mean yield was 200, standard deviation is 12 from a sample of 150. So assuming that the standard deviation of yield in entire state was level, then test whether there is any significant difference between the mean yield of the crops in the two district എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ H0ഉം H1ഉം സെറ്റ് ചെയ്യണം. H0 എന്ന് പറയുന്നത് μ1 = μ2 ആണ്. H1 എന്ന് പറയുന്നത് μ1
നോട്ട് ഈക്വൽ ടു mu2 ആണ്. ദെൻ നമ്മളുടെ സെറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിക്കോസ് സാമ്പിൾ വന്നിട്ട് കൂടുതലാണ്. സോ x1 ബാർ മൈനസ് x2 ബാർ ആണ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. ഇതിൽ x1 ബാർ എന്ന് പറയുന്നത് 210ഉം x2 ബാർ പറയുന്നത് 200ഉമാണ്. ദെൻ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ n1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ n2 ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുള്ളത്? 11 ആണ്. റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 50 is equal. Then 11 റൂട്ട് ഓഫ് 0.1 പ്ലസ് 0.07 റൂട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇത് രണ്ടിന്റെ റൂട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടാം? 1.43 എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നത്. ദെൻ ഇതിന് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുക. 210 മൈനസ് 200 ഡിവൈഡഡ് ബൈ 1.43 10 ഡിവൈഡഡ് ബൈ 1.43 is equal to 7 ഉള്ളതാണ്. സോ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുന്നത് 5 ആണ്. സോ നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ഇൻഫിനിറ്റി ആണ് ഇവിടെയും വരുന്നത്. ഇതാണ് നമ്മുടെ സെറ്റ് ടെസ്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. ദ ആവറേജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് ബൈ 2 മെഷീൻ പെർ ഡേ ആർ 200 and 250 വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 and 25 respectively on the basis of 25 days production. Can you regret both of the machines equally efficient at 1% level of significance? ഇതിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട് 1% ആണ്. സോ h0 mu1 is equal to mu2. ദെൻ h1 എന്ന് പറയുന്നത് mu1 നോട്ട് is equal to mu2 എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു. ദെൻ ടി ടെസ്റ്റിൽ വന്നിട്ട് നമ്മുടെ ഫോർമുല സെയിം ഫോർമുലയാണ്, പക്ഷെ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ ഡിഫറൻസ് വരും. സ്റ്റാൻഡേർഡ് എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ n1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ n2. ദെൻ ഇതെല്ലാം നമ്മൾ എന്തിലിടണം? റൂട്ടിലായിരിക്കണം ഇടേണ്ടത്. ഓക്കെ, x1 ബാറും x2 ബാറും. x1 ബാർ പറയുന്നത് 200ഉം x2 ബാർ 250 ആണ്. ദെൻ നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. എന്നും എസും തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ 25 ഇൻറ്റു s1 സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. നമ്മൾക്ക് s1 സ്ക്വയർ വരുന്നത് 20 ആണ്. സോ 20യുടെ സ്ക്വയർ 200 ആണ്. പ്ലസ് 25 ഇൻറ്റു നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താണ്? നമ്മളുടെ 25 റെസ്പെക്റ്റീവ്ലി ആണ്. സോ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 625 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 25 പ്ലസ് 25 മൈനസ് 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 25. ഇതെല്ലാം റൂട്ടിലിടുക. ദെൻ റൂട്ടിൽ ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10,000 പ്ലസ് 15625 ഡിവൈഡഡ് ബൈ 48 ഇൻറ്റു 0.08 കിട്ടും. ദെൻ ഇസ് ഈക്വൽ ടു 25625 ഇൻറ്റു 0.08 ഡിവൈഡഡ് ബൈ 48 ഇസ് ഈക്വൽ ടു 6.535 എന്നുള്ളതാണ് കിട്ടുന്നത്. ദെൻ ടി ടെസ്റ്റിൽ അപ്ലൈ ചെയ്യുക. 200 minus 250 divided by 6.535 is equal to minus 7.65 ആണ് വരുന്നത്. ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 25 പ്ലസ് 25 മൈനസ് 2 48 ആണ് വരുന്നത്. ടേബിൾ വാല്യൂ 1% ആണ് നമുക്ക് വരുന്നത്. 1% കണ്ടുപിടിക്കുന്ന സമയത്ത് 2.58 ആണ് വരുന്നത്. സോ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തതാണ് നമ്മളുടെ ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ കേസ് ഓഫ് ഡിപ്പെൻഡന്റ് സാമ്പിൾ. അതായത് പെയർഡ് ഒബ്സർവേഷൻ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ വന്നിട്ട് ടി ടെസ്റ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് നമ്മുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ചെറിയ സാമ്പിൾ സൈസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റ് നമുക്ക് ഫോർമുല എന്ന് പറയുന്നത് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n-1 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. 10 സോൾജേഴ്സ് വിസിറ്റ്സ് ദ റിഫൈൽ റേഞ്ച് ഫോർ 2 consecutive weeks. For the first week, their scores are 67, 24, 57, 55, 63, 54, 56, 68, 33, 43. And during the second week, they score in the same order 70, 38, 58, 58, 56, 67, 68, 72, 42, 38. Examine if there is a significance ഇൻ ദയർ പെർഫോമൻസ് എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്കോറും സെക്കൻഡത്തെ സ്കോറും എഴുതി ദെൻ നമുക്ക് ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ഫോർമുലാന്റെ ബേസിസ് നോക്കുക. എന്ത് കണ്ടുപിടിക്കണം? ഡി ഡാഷ് ഉണ്ട്. അപ്പോൾ ഡി ഡാഷ് ഉള്ള സമയത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡി കണ്ടുപിടിക്കണം. രണ്ടിന്റെയും ഡിഫറൻസ് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ന് പറയുന്നത് എന്താണ്? 67 ആണ്. ദെൻ 70 ആണ്. സോ രണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -3 ആണ്. ദെൻ അതേപോലെ തന്നെ 24 മൈനസ് 38 ആണ്. -14 ആണ്. ഇതേപോലെ നമ്മൾ എല്ലാത്തിന്റെയും ഡി കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെ മൊത്തം നമുക്ക് ഡി കണ്ടുപിടിക്കുന്ന സമയത്ത് -47 ആണ് വരുന്നത്. ദെൻ ഡി സ്ക്വയർഡ് ചെയ്യുക. അതിൽ ഓരോന്നിനും സ്ക്വയർഡ് എടുത്ത് ചെയ്യുക. അപ്പൊ -3 9 ദെൻ -14 106 എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ ഫുൾ സ്ക്വയർ കിട്ടും. അത് മൊത്തം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 699 ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക.
സോ ഇതിൽ വന്നിട്ട് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡി ഡാഷ് കണ്ടുപിടിക്കണമല്ലോ. ഡി ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ -47 ഡിവൈഡഡ് ബൈ 10, ടോട്ടൽ നമ്പർ എത്രയാണ്? 10 സീക്വൽ ടു -4.7 എന്നുള്ളതാണ് നമുക്ക് ഡി ഡാഷ് കിട്ടുന്നത്. ദെൻ നമ്മളുടെ സ്റ്റാൻഡേർഡ് എറർ എസ് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണ്ടേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ ഡി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഇതൊക്കെ റൂട്ടിലിടുക. സോ 699 divided by 10 minus -47 divided by 10 the whole square റൂട്ട് ഇടുക is equal to 69.9 minus 22.09 ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂട്ടിൽ തന്നെ 47.81 കിട്ടും. ദെൻ അതിന്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 6.91 ആണ് കിട്ടുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ദെൻ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുക. എസ് ഡിവൈഡഡ് ബൈ √(n-1) ആണ്. അപ്പോൾ നമുക്ക് 6.91 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയത്. n എന്ന് പറയുന്നത് നമുക്ക് 9 ആണ് n കിട്ടുന്നത്, അതായത് 10 - 1, അപ്പൊ √9 ആണല്ലോ. അപ്പൊ 2.3 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. 2.262 എന്നുള്ളതാണ് കിട്ടുന്നത്. സോ ഇത് വന്നിട്ട് നമ്മൾ റിജക്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഇതിൽ വരുന്നത്. ദെൻ നമ്മുടെ ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, ടെസ്റ്റിംഗ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ടെസ്റ്റ് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. ബിക്കോസ് ഇതിന്റെ സാമ്പിൾ എന്ന് പറയുന്നത് ഹൈ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ വന്നിട്ട് സെറ്റ് ടെസ്റ്റ് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിൽ വന്നിട്ട് നമുക്ക് P - P ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് √(PQ ഡിവൈഡഡ് ബൈ N ആണ്. ദെൻ ഇതിൽ Q കണ്ടുപിടിക്കാനായിട്ട് 1 - P ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. ഓൺ ഇൻസ്പെക്ഷൻ ഓഫ് ദ റാൻഡം സാമ്പിൾ ഓഫ് 500 ഐറ്റം പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെഷീൻ 30 ആർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. Does this justify the assumptions that the machine is produced 2% defective item on a average എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ H0 സെറ്റ് ചെയ്യേണ്ടത് വന്നിട്ട് P is equal to 2% ആണ്. അപ്പോൾ 2%. ദെൻ H1 എന്ന് പറയുന്നത് P not is equal to 2% എന്നുള്ളതാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് സെറ്റ് എന്ന് പറയുന്നത് P - P ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. ദെൻ നമ്മളുടെ സ്മോൾ p നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. ആദ്യം ഉള്ളത് സ്മോൾ p ആണ്. ദെൻ നെക്സ്റ്റ് ഉള്ളത് ക്യാപിറ്റൽ P ആണ്. സ്മോൾ p എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 500 ആണ്. ഓക്കെ, 30 ഡിവൈഡഡ് ബൈ 500 0.06 ആണ്. ദെൻ ക്യാപിറ്റൽ P എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 100 ആണ്, 0.02. ദെൻ സ്റ്റാൻഡേർഡ് എറർ √(PQ ഡിവൈഡഡ് ബൈ N ഈക്വൽ ടു 0.02 into 0.98 divided by 500 റൂട്ടിലിടുക. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് 0.0063 ആണ് കിട്ടുന്നത്. ദെൻ സെറ്റ് ടെസ്റ്റിൽ അപ്ലൈ ചെയ്യുക. 0.06 മൈനസ് 0.02 ഡിവൈഡഡ് ബൈ 0.0063 ഈക്വൽ ടു 6.35 ആണ് വരുന്നത്. ദെൻ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുന്നത് 5 ആണ്, 1.96 ആണ് കിട്ടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ റിജക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. P is not is equal to 2% എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ലാസ്റ്റ് വരുന്ന മെത്തേഡാണ് ടെസ്റ്റിംഗ് ഓഫ് ഇക്വാലിറ്റി ഓഫ് ടു പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് നമുക്ക് വരുന്നത് സെറ്റാണ് നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, നമ്മളോട് യൂസ് ചെയ്യുന്നത് സെറ്റ് ടെസ്റ്റ് ആണ്. സോ സെറ്റ് ടെസ്റ്റിൽ നമുക്ക് ഫോർമുല എന്ന് പറയുന്നത് P1 - P2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് √P0 Q0 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ N1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ N2 ആണ് ചെയ്യുന്നത്. ദെൻ P0 കണ്ടുപിടിക്കാനായിട്ട് N1 ഇൻറ്റു P1 പ്ലസ് N2 ഇൻറ്റു P2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 ആണ് ചെയ്യേണ്ടത്. ദെൻ Q0 കണ്ടുപിടിക്കാനായിട്ട് 1 - P0 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഇതിത്തെ ഫോർമുല എന്ന് പറയുന്നത്. സോ ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. ഇൻ എ സർട്ടൈൻ ഡിസ്ട്രിക്ട് എ 450% were considered regular consumers of tea out of a sample of 1000%. In another district of B 400 were regular consumers of tea out of a sample of 800%. Do these facts reveals a significant difference between the two districts as far as tea drinking habit is considered എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. ആദ്യം H0ഉം H1ഉം സെറ്റ് ചെയ്യുക. H0 എന്ന് പറയുന്നത് P1 is equal to P2 എന്നുള്ളതാണ് നമ്മളിവിടെ H0 ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ H1 എന്ന് പറയുന്നത് P1 നോട്ട് ഈക്വൽ ടു P2 ആണ് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ നമ്മുടെ ഫോർമുലയിൽ നമുക്ക് P1 കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. P1 എന്ന് പറയുന്നത് നമ്മുടെ 450 പറയുന്നുണ്ട്. സോ 450 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് 0.45 കിട്ടും, അതാണ് P1. ദെൻ P2 വന്നിട്ട് 400 ആണ്, നമുക്ക് 400 പറയുന്നത് B. സോ 400 ഡിവൈഡഡ് ബൈ 800 ചെയ്യുമ്പോൾ 0.5 കിട്ടും, അതാണ് നമ്മുടെ P1ഉം P2ഉം കിട്ടി. ദെൻ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നതിന് മുന്നിൽ P0 കണ്ടുപിടിക്കണം. P0 കണ്ടുപിടിക്കാനുള്ള ഫോർമുല N1 P1 പ്ലസ് N2 P2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്നുള്ളതാണ്. സോ 1000 ഇൻറ്റു
450 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 800 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ 800 ചെയ്യുന്ന സമയത്ത് ദെൻ അതിൻ്റെ കൂടെ ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 800 ചെയ്യുക. അപ്പോൾ 450 പ്ലസ് 400 ഡിവൈഡ് ബൈ 1800 ഈക്വൽ ടു 850 ഡിവൈഡഡ് ബൈ 1800 കിട്ടും. സോ നമ്മളത് ഡിവൈഡഡ് ബൈ ചെയ്യുന്ന സമയത്ത് 0.47 ആണ് നമുക്ക് കിട്ടുന്നത്. സോ Q0 കണ്ടുപിടിക്കാനായിട്ട് 1 മൈനസ് 0.47 ചെയ്യുമ്പോൾ 0.53 നമുക്ക് Q0 കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയത് നമ്മുടെ സ്റ്റാൻഡേർഡ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞു. സോ 0.47 ഇൻറ്റു 0.53 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 800 ചെയ്യുക. ഇത് മൊത്തം നമുക്ക് റൂട്ടിലാണ് വരുന്നത്. ഓക്കെ, ദെൻ റൂട്ട് ഓഫ് 0.47 ഇൻറ്റു 0.53 ഇൻറ്റു 0.001 പ്ലസ് 0.00125 ചെയ്യുമ്പോൾ റൂട്ടിൽ ചെയ്യുക. ദെൻ റൂട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.47 ഇൻറ്റു 0.53 ഇൻറ്റു 0.0225 ചെയ്യുമ്പോൾ നമുക്ക് 0.0237 ആണ് വരുന്നത്. ദെൻ സെറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0.545 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 0.02375. സോ ഇസ് ഈക്വൽ ടു 0.05 ഡിവൈഡഡ് ബൈ 0.0237 ആണ്. ഇത് ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ നമുക്ക് -2.1 ആണ് വരുന്നത്. ദെൻ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ്. ടേബിൾ വാല്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് 1.96 ആണ് വരുന്നത്. സോ ഈ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാ. താങ്ക്സ് ഫോർ വാച്ചിങ്.